ഈ പ്രാവശ്യം എല്ലാ വിഭാഗങ്ങളിലുള്ള മത സാമുദായിക സംഘടനകൾ UDF വലിയ പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവർ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രാഷ്ട്രീയമായ പിന്തുണയാണ് തന്നിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും UDF നിന്ന് അകന്നു നിന്ന വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ ഈ പ്രാവശ്യം ഈ രണ്ട് ഗവൺമെൻറ്റുകളോടുമുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായും ഞങ്ങൾ അവരോടുള്ള സമീപനത്തിൻ്റെ ഭാഗമായും വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് ഏത് പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾക്കും അവർക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കും. അതുതന്നെയാണ് തിരുവനന്തപുരത്ത് 140 ദിവസം നടന്ന ലത്തീൻ കത്തോലിക്കരുടെ നേതൃത്വത്തിൽ നടന്ന പുനരധിവാസത്തിന് വേണ്ടി നടന്ന പോരാട്ടത്തിൽ ആദ്യത്തെ ദിവസം മുതൽ 140ാമത്തെ ദിവസം വരെ ഞങ്ങൾ അവരോടൊപ്പം നിന്നു. അതുപോലെ തന്നെ ഒരു മതവിഭാഗങ്ങളെ ബാധിക്കുന്ന അവരുടെ ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം ഞങ്ങൾ അവരോടൊപ്പം ഓടിയെത്തും. അവരെ ഞങ്ങൾ ചേർത്ത് നിർത്തും. ഞങ്ങൾ ഒരു വളരെ സെക്കുലറായിട്ടുള്ള ഒരു പൊസിഷനാണ് ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ UDFനും ഒരാളെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. എല്ലാ വിഭാഗങ്ങളിലും പെട്ട മതവിഭാഗങ്ങളെ ഞങ്ങൾ ചേർത്ത് നിർത്തും. ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ ഹൈന്ദവ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ അവരുടെ ചേരിയിലാക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് NSS പോലുള്ള സംഘടനകൾ, ശബരിമല പോലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും BJPയുടെ കെണിയിൽ വീഴാതെ അവർ മാറിയുന്നു. പല ഹൈന്ദവ സംഘടനകളെയും രാജ്യവ്യാപകമായി BJPയുടെ വരുതിയിൽ നിർത്താൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ NSSൻ്റെ ജനറൽ സെക്രട്ടറിയും അതിനെ ശക്തിയായി പ്രതിരോധിച്ചു. BJPയുടെ കീഴിലാകാതിരിക്കാൻ അവർ പ്രത്യേകമായി ശ്രദ്ധിച്ചു. അവരുടെ ഐഡൻറ്റിറ്റി നന്നായിട്ട് കീപ്പ് ചെയ്തു. ഞങ്ങൾക്കത് അതാണ്, അവരവരുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്ത് അവർ നന്നായി നിൽക്കട്ടെ. എല്ലാവർക്കും അവരവരുടേതായ അസ്തിത്വങ്ങളും അവരുടെ നിലപാടുകളുമുണ്ട്. ആ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഉറച്ച മതേതര നിലപാടെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോകാൻ പറ്റും. ഈ പ്രാവശ്യത്തെ UDF വിജയത്തിൻ്റെ തിളക്കം കൂട്ടുന്നത് അത് തന്നെയായിരിക്കും. എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും വലിയ പിന്തുണയാണ് ഈ പ്രാവശ്യം UDFന് കിട്ടിയിരിക്കുന്നത്. ഈ രാജ്യത്ത് ഇപ്പോൾ ഞങ്ങൾ മത്സരിക്കുന്നത് മോഡി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി അവിടെ ലോകസഭയിൽ ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകസഭയിൽ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ്. ആ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ചിലപ്പോൾ രാജ്യസഭാംഗത്തിനെ ഞങ്ങൾ നിർത്തും, ചിലപ്പോൾ നിയമസഭാംഗത്തിനെ നിർത്തും. അതെല്ലാം നിർത്തി ഞങ്ങൾ ആ സീറ്റ് പിടിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നോക്കും. കേരളത്തിൽ CPM മത്സരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ മത്സരിക്കുന്നത് BJPയെ താഴെ ഇറക്കി അധികാരത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് വ്യത്യാസം. കോട്ടയത്താണെങ്കിൽ ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ പോരാട്ടമാണ്. നേരത്തെ സംഘത്തിൽ പറഞ്ഞു പലർക്കുള്ള മറുപടി ആയിരിക്കണം തെരഞ്ഞെടുപ്പ് പോലെ. പക്ഷേ NDAയുടെ സ്ഥാനാർത്ഥി ഇതുവരെയും വന്നിട്ടില്ല. അതിലെന്തെങ്കിലും ഒരു ശരികേട് കാണുന്നുണ്ടോ? അല്ല, അവരവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കോട്ടെ. അവർ പരമാവധി സ്ഥലത്ത് BJPക്ക് സ്പേസ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. കേരളത്തിലെ CPM BJPയുടെ ഭയത്തിലാണ് പിണറായി വിജയനും കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവിക്കുന്നത്. അവർ വരട്ടി നിർത്തിയിരിക്കുകയാണ്. ഡെമോക്ലീസിൻ്റെ വാള് പോലെ അവരുടെ തലയിൽ അന്വേഷണത്തിൻ്റെ ഭീതിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പേടിപ്പിച്ച് കേരളത്തിൽ ഇപ്പോൾ BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാറ്. അല്ലെങ്കിൽ LDF കൺവീനറെ കൊണ്ട് പറയിപ്പിച്ചു BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരുമെന്നൊക്കെ പറയിപ്പിച്ചിരിക്കുന്നത് പ്രോ BJP ആണ്. LDF കൺവീനർ തന്നെ പറയുകയാണ് BJPയും LDFും തമ്മിലാണ് മത്സരം. തമാശയാണല്ലോ. BJPയും LDFും തമ്മിലാണ് കേരളത്തിൽ മത്സരം എന്ന് പറയുന്ന രീതിയിലേക്ക് പോയിരിക്കുക. അതായത് ഇല്ലാത്ത സ്പേസ് കേരളത്തിൽ അപ്രസക്തമാണ് BJP. അറിയാമല്ലോ, രണ്ട് മുന്നണികളും തമ്മിൽ രാഷ്ട്രീയമായി ഏറ്റുമുട്ടുമ്പോൾ യഥാർത്ഥത്തിൽ BJP അപ്രസക്തമായാണ്. ആ BJPക്ക് ഇല്ലാത്ത സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് പിണറായി വിജയനും കൂട്ടരും കൂടി സ്വീകരിച്ചിരിക്കുന്നത്. അവരെ പേടിച്ചിട്ടാണ്.